കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 3 ടൈപ്പ് സെൻറ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുൻപ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം 5 സെക്കൻഡിനുള്ളിൽ പറയട്ടെ. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഫോണിലൂടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. ബുക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ തിയറി മനസ്സിലാക്കേണ്ടത്. നമ്മളിന്ന് ബുക്സ് മേടിച്ചിട്ടുള്ളവർ പേജ് നമ്പർ 61 അതിൽ നിങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ തിയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. 3 സെൻറ്റൻസും നമ്മൾ വായിക്കുകയാണ്. If she had invited me, I would have gone there. If she had invited me, I could have gone there. If she had invited me, I might have gone there. ഇപ്പോൾ നമുക്കിവിടെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാത്തിൻ്റെയും ഫസ്റ്റ് പാർട്ട് സെയിം ആണ്. പക്ഷേ സെക്കൻഡ് സെക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ I would, I could, I might ഇങ്ങനെ ഓക്സിലറി വെർബ്സ്, മോഡൽ ഓക്സിലറി വെർബ്സ് ഇവിടെ തീർത്തും വ്യത്യസ്തമാണ് ഓരോ സെൻറ്റൻസുകളിലും. അപ്പം നമുക്ക് അതിൻ്റെ കൃത്യമായ തിയറി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നു, നമുക്കങ്ങനെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടീഷണൽ സെൻറ്റൻസുകളെ കുറിച്ച് 3 വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അവ കാണണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. 0 കണ്ടീഷൻ സെൻസസ്, ഫസ്റ്റ് കണ്ടീഷൻ സെൻസസ്, സെക്കൻഡ് കണ്ടീഷൻ സെൻസസ്, ഈ 3 കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ തേർഡ് കണ്ടീഷൻ സെൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെൻറ്റൻസുകൾ. 0 കണ്ടീഷൻ സെൻസസ് റെഗുലർ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഫസ്റ്റും സെക്കൻഡ് കണ്ടീഷൻ സെൻസുകൾ നമ്മൾ ഉപയോഗിച്ചത് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാനാണ്. അതിൽ തന്നെ ഫസ്റ്റ് കണ്ടീഷൻ സെൻസ് ഉപയോഗിക്കുന്നത് റിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ സെൻസ് ഉപയോഗിക്കുന്നത് ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിലിപ്പോൾ തേർഡ് കണ്ടീഷൻ സെൻസസ് ഉപയോഗിക്കുന്നത് തീർത്തും കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കാര്യം നീ ഇന്നലെ ചെയ്തിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കുമായിരുന്നു എന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് കണ്ടീഷൻ സെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അത് നടക്കില്ല. ഇന്നലെ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇനി നിനക്ക് വിളിക്കാനും പറ്റില്ല, എനിക്ക് സഹായിക്കാനും പറ്റില്ല ഇന്നലെ. അപ്പോൾ തീർത്തും കഴിഞ്ഞുപോയ അത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് കണ്ടീഷൻ സെൻസസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെബ് തേർഡ് ഫോം, കോമ സബ്ജക്റ്റ് പ്ലസ് വുഡ്, കുഡ് ഓർ മൈറ്റ്. അപ്പോൾ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. 3 സിറ്റുവേഷനിലും അർത്ഥം ഡിഫറെൻ്റ് ആണ്. പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം. അപ്പോൾ ഈഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ തേർഡ് ഫോം ആണ്. ഇവിടെ ഹാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ വുഡ്, കുഡ്, മൈറ്റ് എന്നതിന് ശേഷം ഹാവ് ആണ് ഉപയോഗിക്കാൻ പറ്റുക. അത് നമ്മൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശേഷം ഒരു കാരണവശാലും ഹാഡ് ഉപയോഗിക്കില്ല, ഹാസ് ഉപയോഗിക്കില്ല. അവിടെ ഹാവ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാഡ് പ്ലസ് വെബ് തേർഡ് ഫോം ആണ്. തേർഡ് കണ്ടീഷൻ സെൻസസിൽ നമുക്ക് സെൻറ്റൻസുകൾ കുറച്ച് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. 3 സെൻറ്റൻസുകളും തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുകയാണ്. ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ, അവൾ എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് ഗോൺ there. ഞാൻ അവിടെ പോകുമായിരുന്നു. പോകുമായിരുന്നു എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിച്ചത്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ കുഡ് ഹാവ് ഗോൺ there. അപ്പോൾ ഇവിടെ ഐ വുഡിന് പകരം ഐ കുഡ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ അർത്ഥം എനിക്ക് പോകാൻ സാധിക്കുമായിരുന്നു എന്ന മീനിങ് ആണ് ഇവിടെ വരിക. ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ കുഡ് ഹാവ് ഗോൺ there. അവൾ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു. മൂന്നാമത്തെ സെൻറ്റൻസ് ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ, അവൾ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഐ മൈറ്റ് ഹാവ് ഗോൺ there.
ഒരു പക്ഷേ ഞാൻ അവിടേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൈറ്റ് ഉപയോഗിച്ചു. സാധിക്കുമായിരുന്നു എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ കുഡ് ഉപയോഗിച്ചു. ചെയ്യുമായിരുന്നു എന്നൊരു മീനിങ് കിട്ടാൻ വേണ്ടി നമ്മൾ വുഡ് ഉപയോഗിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി ഇനി നമ്മൾ വെർബ് ചേഞ്ച് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ബുക്സ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മനസ്സിൽ ഓർക്കണമെങ്കിൽ, അത് എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 200-250 ടോപ്പിക്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇതൊക്കെ കൃത്യമായി ഓർക്കണമെങ്കിൽ നമ്മുടെ ബുക്സൊക്കെ മേടിച്ച് കൃത്യമായ ഓർഡറിൽ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ക്ഷമ വേണം. നമുക്കറിയാം ഇതൊക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഇവിടെ ഹാഡ് ഇല്ലെങ്കിൽ വല്ല പ്രോബ്ലം ഉണ്ടോ? സ്വാഭാവികമായിട്ടും മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ഷീ ഇൻവൈറ്റഡ് മീ യെസ്റ്റർഡേ, അവൾ ഇന്നലെ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇഫ് ഷീ ഇൻവൈറ്റഡ് മീ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലും അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ തിയറി പ്രകാരം അത് തെറ്റാണ്. നമ്മുടെ ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത്. തിയറി ഉപയോഗിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇത് ഈ രീതിയിൽ മാത്രമല്ല, ഇതിന്റെ സെന്റൻസിന്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ, ഇങ്ങനത്തെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. അതായത് ഈ ബുക്ക്, കേംബ്രിഡ്ജിന്റെ ബുക്ക് മേടിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മളത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കേട്ട സ്റ്റുഡൻസ് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ കേൾക്കണം. അതെന്തുകൊണ്ട് കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, അതിനാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. IELTS പോലുള്ള ഇന്റർനാഷണൽ എക്സാംസ് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് നിർബന്ധമായും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾക്കറിയാം ഡിഡ്, ഹാവ്, വുഡ്, കുഡ് ഇങ്ങനെയുള്ള ഓക്സിവേർബ്സും മോഡൽ ഓക്സിവേർബ്സും കുറേ വീഡിയോസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻസ് ആവും, ഏത് എവിടെ ഉപയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഓർഡറിലുള്ള ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പോൾ പല സ്റ്റുഡൻസും പല റേഞ്ചിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കിത് കൃത്യം ഓർഡറിൽ കുറച്ച് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 ബുക്സ് ഞങ്ങളിൽ നിന്ന് വാങ്ങുക. അതിനാകെ നിങ്ങൾക്ക് ചിലവ് വരിക 550 രൂപ മാത്രമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ബുക്കും ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ടത് 82815556 എന്ന നമ്പറിലേക്കാണ്. നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്, ഉടനടി വിളിക്കൂ. കണ്ടീഷണൽ സെൻസസുകളെ കുറിച്ച് നമ്മൾ 0 കണ്ടീഷണൽ സെൻസസിൽ നമ്മൾ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടീഷണൽ സെൻറ്റൻസസ് ആർ യൂഷ്വലി മേഡ് അപ്പ് ഓഫ് 2 പാർട്സ്. 2 പാർട്സ് ചേർന്നാണ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉണ്ടാകുന്നത്. എ കണ്ടീഷണൽ ക്ലോസ് ആൻഡ് എ മെയിൻ ക്ലോസ്. ഒരു കണ്ടീഷണൽ ക്ലോസും ഒരു മെയിൻ ക്ലോസും ചേർന്നാണ് ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ 2 സെൻറ്റൻസുകൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും സെയിം മീനിങ് ആണ് വരുന്നത്. സെൻറ്റൻസ് വായിക്കാം. If she had invited me, I would have gone there. I would have gone there if she had invited me. 2 സെൻറ്റൻസുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്, ഇത് മെയിൻ ക്ലോസ് ആണ്. രണ്ടാമത്തെ സെക്ഷനിലാണ് മെയിൻ ക്ലോസ് നിൽക്കുന്നത്. ഇനി ഈ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ക്ലോസ് ഫസ്റ്റും കണ്ടീഷണൽ ക്ലോസ് രണ്ടാമതുമാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇത് 2 സെക്ഷനാണ്. ഈ 2 സെക്ഷനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ഇഫ്. ഈ കൺജങ്ഷൻ നമുക്ക് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ, ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ കൺജങ്ഷൻ വരികയാണെങ്കിൽ ആ സെൻറ്റൻസിൽ നമുക്കൊരു കോമ ഇടണം. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞാൽ ഒരു കോമ ആഡ് ചെയ്യണം. പക്ഷേ കൺജങ്ഷൻ സെൻട്രൽ പൊസിഷനിൽ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അവിടെ കോമ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അത് ആ സെൻറ്റൻസ് പറയുന്ന സമയത്തും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ ഐഡ് ഹാവ് ഗോൺ there. ഈ ഐ വുഡ് എന്നുള്ളത് നമുക്ക് ഷോർട്ടാക്കാം, ഐഡ് എന്നാക്കാം. ഐ വുഡ് എന്നതിനെ നമുക്ക് ഷോർട്ടാക്കാം ഐഡ്. അപ്പോൾ ഐ ഹാഡ്, ഐ വുഡ് ഇതിന് രണ്ടിനും നമുക്ക് ഐഡ് എന്നാണ് ഉപയോഗിക്കാൻ പറ്റുക ഷോർട്ടാക്കുമ്പോൾ.
പക്ഷേ നമുക്ക് ഇവിടെ വുഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും, കാരണം വുഡിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം വരണം. ഹാഡ് ആണെങ്കിൽ വെർബിന്റെ തേർഡ് ഫോം വരണം. ഇവിടെ വുഡ് ആണ്. ഇഫ് ഷീ ഹാഡ് ഇൻവൈറ്റഡ് മീ, ഇവിടെയും നമുക്ക് ഷോർട്ട് ആക്കാം. ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ, ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ ഐ ഹാവ് ഗോൺ ദേ. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു പോസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ ഐ ഹാവ് ഗോൺ ദേ. ഓക്കെ, ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ ഐ ഹാവ് ഗോൺ ദേ. അപ്പോൾ അതിനാണ് ഒരു കോമ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷീഡ് എന്ന് പറയുമ്പോൾ ഷീ ഹാഡ് ആണ്, കാരണം വെർബിന്റെ തേർഡ് ഫോം ആണ് അതിനുശേഷം കാണാൻ സാധിക്കുക. ഇവിടെ വുഡ് ആണ്, കാരണം അതിനുശേഷം ഹാഫ് ആണ് വരുന്നത്, അത് തിയറിയാണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക ഇതുപോലെയാണ്. ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ ഐ ഹാവ് ഗോൺ ദേ, ഇങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ബുക്സുകളിലുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സെന്റൻസ് ഇവിടെ നമ്മൾ ഷോർട്ട് ആക്കാണ്. ഐഡ് ഹാവ് ഗോൺ ദേ, ഐഡ് ഹാവ് ഗോൺ ദേ, ഞാൻ അവിടെ പോകുമായിരുന്നു. ഐഡ് ഹാവ് ഗോൺ ദേ. ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ, ഇഫ് ഷീഡ് ഇൻവൈറ്റഡ് മീ. അപ്പോൾ ഇവിടെ ഷീ ഹാഡ് ആണ്, ഇവിടെ ഐ വുഡ് ആണ്. ഇവിടെ നമുക്ക് കോമയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ അവസാനിക്കണം, അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല. I'd have gone there if she'd invited me. I'd have gone there if she'd invited me. ഇങ്ങനെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം നമ്മൾ. I'd have gone there if she'd invited me. നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ് തിയറി, പ്രാക്ടീസ്, അപ്ലിക്കേഷൻ. ദാറ്റ്സ് അവർ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ തിയറി പഠിക്കുന്നു കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച്, അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു ബുക്സ് ഉപയോഗിച്ച്, ഇനി നമ്മൾ റിയൽ ലൈഫിൽ അത് ഉപയോഗിക്കണം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഈ സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയും പറയട്ടെ. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാ വീഡിയോസിലും നമുക്കിത് ഉൾപ്പെടുത്തിയേ പറ്റൂ, അതുകൊണ്ട് സഹകരിക്കണം. 82815556 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 82815556 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ 82815556 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇനി നമ്മൾ റിയൽ ലൈഫിൽ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാം, അപ്ലിക്കേഷൻ എന്ന രീതിയിൽ ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു A-B കോൺവെർസേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. A-Bയോട് ചോദിക്കുകയാണ്, A-Bയോട് പറയുകയാണ്, ടോം സെലിബ്രേറ്റഡ് ഹിസ് സൺസ് ബർത്ത്ഡേ യെസ്റ്റർഡേ. ടോം അവൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തു. ഡിഡ് യു ഗോ ദേ? നീ അവിടേക്ക് പോയോ? അപ്പോൾ അവൻ A-Bയോട് ചോദിക്കുകയാണ്, ടോം അവൻ്റെ മകൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു, നീ അങ്ങോട്ട് പോയോ? ടോം സെലിബ്രേറ്റഡ് ഹിസ് സൺസ് ബർത്ത്ഡേ യെസ്റ്റർഡേ. ഡിഡ് യു ഗോ ദേ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ അത്. അപ്പോൾ B ആൻസർ പറയാണ്, നോ ഹി ഡിഡ്ന്റ് ഇൻവൈറ്റ് മീ. അവൻ എന്നെ ക്ഷണിച്ചില്ല. ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐഡ് ഹാവ് ഗോൺ ദേ. ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐഡ് ഹാവ് ഗോൺ ദേ. അവൻ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആൻസർ പറയാണ്, ഇല്ല, അവൻ എന്നെ ക്ഷണിച്ചില്ല. അവൻ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടൈപ്പ് സെൻറ്റൻസുകളാണ്. നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. നോ ഹി ഡിഡ്ന്റ് ഇൻവൈറ്റ് മീ. ഇഫ് ഹി ഇൻവൈറ്റഡ് മീ ഐഡ് ഹാവ് ഗോൺ ദേ. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇവിടെ ഒരു കോമ ഉള്ളത് കൊണ്ട് അവിടെ ഒരു സ്പേസ് വരണം. ഈ സെൻറ്റൻസിന് പകരം നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പറ്റും
യെല്ലോ കളർ കൊടുത്തിരിക്കുന്ന ഈ സെൻസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വരുന്ന മാറ്റം നമുക്ക് കേൾക്കാം. അപ്പോൾ ഇവിടെ ഒരു കോമ ഇല്ല, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ വരെ സ്പേസ് ഇല്ലാതെ പറയണം. No, he didn't invite me. I'd have gone there if he'd invited me. I'd have gone there if he'd invited me. അവൻ എന്നെ ക്ഷണിച്ചില്ല, ഞാൻ അവിടേക്ക് പോകുമായിരുന്നു അവൻ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ. അങ്ങനെയായ സെൻറ്റൻസ് മാറും. അപ്പോൾ രണ്ടും സെയിം മീനിങ് ആണ്. അപ്പോൾ ഈ രീതിയിലും നമ്മൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതല്ലാതെ നമ്മുടെ മനസ്സിൽ ഇത് പതിയില്ല. കാരണം കുറേ ടോപ്പിക്സുകളാണ് നമുക്കുള്ളത്. ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ നിങ്ങളുടെ റേഞ്ച് അനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി. പല റേഞ്ചിലുള്ള വീഡിയോസ് നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോസിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി തേർഡ് കണ്ടിന്യൂസ് സെൻറ്റൻസസുകൾ ഉപയോഗിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്നും നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ റിയൽ ലൈഫിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.